ഞാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ തൗഫീഖ് രാജൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് അങ്ങേയറ്റത്തെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാടെടുത്തത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ സസ്പെൻഡ് ചെയ്തു, വളരെ മാതൃകാപരമായ നടപടിയെടുത്തു. അതിജീവിതയെ ആരും ആക്ഷേപിച്ചില്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരും ചേർത്ത് പിടിച്ചില്ല എന്ന വാക്കുകളാണ് തൗഫീഖ് രാജനിൽ നിന്ന് ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സംഭവവികാസങ്ങൾ എങ്ങനെയായിരുന്നു അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? ധാർമ്മികത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. ധാർമ്മികത എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ നാട്ടിലെ ജനങ്ങളും അതുപോലെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ടിയിരുന്ന നിലപാട് എന്നേ അദ്ദേഹത്തെ MLA സ്ഥാനം രാജിവെപ്പിച്ചേനെ, അദ്ദേഹത്തെ എന്നേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയേനെ. നിങ്ങൾ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇന്നലെ മുൻകൂർ ജാമ്യം തള്ളുന്നതുവരെ അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് KPCC അധ്യക്ഷൻ മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ KPCC അധ്യക്ഷൻ ഇന്ന് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുമായിരുന്നില്ല. അതിനുവേണ്ടിയാണല്ലോ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത്, മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്ന കാര്യം മുൻകൂർ ജാമ്യത്തെ ബേസ് ചെയ്തിട്ടാണോ? ധാർമ്മികത മുൻകൂർ ജാമ്യത്തെ ബേസ് ചെയ്തിട്ടല്ല. കോൺഗ്രസിൻ്റെ പ്രതിനിധി മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം, ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തപ്പെട്ട MLA പോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പാലക്കാട്ടെ ജനങ്ങൾ ഈ മനുഷ്യനെ വിജയിപ്പിച്ചത് നാട്ടിൽ കാണുന്ന പെണ്ണുങ്ങളെല്ലാം ബലാത്സംഗം ചെയ്യാനല്ല. അമ്മയുടെ പ്രായത്തിലുള്ള ആൾക്കാരോട് പോലും ഇയാൾ ലൈംഗിക ചുവയുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമായത്. ഇനി ആദ്യത്തെ ഒരു പരാതി KPCC പ്രസിഡൻറ്റിന് വന്നു. ശരി, നമുക്ക് മനസ്സിലാക്കാം, ആ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ നടപടിയെടുത്തില്ല. പക്ഷേ ഒരു FIR വന്നുവല്ലോ, ഒരു MLAക്കെതിരെ ഒരു FIR. എന്തിൻ്റെ FIR ആണ്? ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട ഒരു FIR വന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നടപടിയെടുക്കേണ്ടതായിരുന്നില്ലേ? നടപടിയെടുത്തോ? ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ പൊസിഷനിൽ നിന്ന് മാറ്റി. അന്നത്തെ പത്രസമ്മേളനം എനിക്ക് ഓർമ്മയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം വീട്ടിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ എന്നെ ആരും പുറത്താക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞു, ഒരു FIR വന്നു, ഒരു കേസിൽ പ്രതിയായി. എന്നിട്ടും നിയമസഭയിൽ നിന്ന് രാജിവെപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. ഇതേ രണ്ടാമത് വീണ്ടും വന്നു കേസ്. വീണ്ടും ഒരു സ്ത്രീ രംഗത്ത് വന്നു. ആ സ്ത്രീ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു, കേസായി, ബഹളമായി. അപ്പോഴും കോൺഗ്രസ്സിന് ഇയാളെ പുറത്താക്കാൻ കഴിയുന്നില്ല, ഇയാളെ രാജിവെപ്പിക്കാൻ കഴിയുന്നില്ല. ഇയാളെ താലോലിച്ച് തലോടി ഇയാളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മൂന്നാമത്തെ പരാതിയും രംഗത്ത് വന്നു. നിവൃത്തിയില്ല. ജനങ്ങളുടെ മുമ്പിൽ പണ്ട് ഞാൻ വിളിച്ചതാ, എത്രയോ നാൾക്ക് മുമ്പ് ഞാനാണ് അദ്ദേഹത്തെ വിളിച്ചത് കോഴി എന്ന്. ഈ കോഴി എന്ന് മലയാളത്തിൽ സാധാരണക്കാർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആരുടെയും അനുവാദമില്ലാതെ താൻ കാണുന്ന സ്ഥലത്തെല്ലാം കയറി തൻ്റെ ഇത്തരത്തിലുള്ള ലൈംഗികത അത് ഏതൊക്കെ തരത്തിൽ സ്ത്രീകളുടെ മുമ്പിൽ കാണിക്കാവോ അതൊക്കെ കാണിക്കുക, ബലാത്സംഗം ചെയ്യുക, സ്ത്രീകളെ പറ്റിക്കുക, കല്യാണം കഴിക്കുക എന്ന് പറയുക, അവനെ വശത്താക്കുക, ആ സ്ത്രീയെ പ്രാപ്തിപ്പെടുത്തുക, തൃപ്തിപ്പെടുത്തുക, ആ സ്ത്രീയിൽ നിന്ന് നേടാവുന്നതൊക്കെ നേടുക. ഇങ്ങനത്തെ ഏർപ്പാടൊക്കെ ചെയ്യുന്നവരെയാണ് പൊതുവെ കോഴി എന്ന് പറയുക. എത്ര മാസം മുമ്പാണ് ഞാൻ ആ പേര് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാൻ കാരണം? അന്ന് തന്നെ ഇയാളെപ്പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ചാനൽ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫോൺ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ BJPയിലുള്ള ഒരു പ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാളെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല, ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. പക്ഷേ ഇങ്ങോട്ട് ആളുകൾ വിളിച്ചു പറയുന്നു, ശ്രദ്ധിക്കണം, അയാളുമായിട്ട് ചർച്ച ചെയ്യാൻ പോലും നിങ്ങൾ പോകരുത്, നിങ്ങൾക്കൊക്കെ ഒരു അന്തസ്സുണ്ട്, ആ അന്തസ്സില്ലാത്തവനാണ് അവൻ. എന്നോട് പറഞ്ഞതാണ് ഒരു സ്ത്രീ.
അന്ന് മുതൽ തന്നെ ഞാൻ ഈ കാര്യം അന്വേഷിച്ചപ്പോൾ അയ്യോ എത്ര എണ്ണ ഇനി വരാൻ പോവുക. നിങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ കിട്ടിയ ചില വിവരമനുസരിച്ച് ആ വിവരം പറഞ്ഞ ആളുകളുടെ പേരുകളൊന്നും വന്നിട്ടില്ല. അതൊക്കെ ഇനി വരാൻ കിടക്കുക. അവരൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. പറയണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ കൂടുതൽ പറയാതിരിക്കുക നല്ലത്. കേരളത്തിന് നാണക്കേടാണ്, MLA-മാർക്ക് നാണക്കേടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഇയാളെ തലോടി കൊണ്ട് നടന്ന ആളല്ലേ ആൾക്കാരല്ലേ കോൺഗ്രസ്സുകാർ. ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാണെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ? അയാൾ കേരളത്തിലെ രമേശ് ചെന്നിത്തലയെ അപേക്ഷിച്ച്, VD സതീശനെ അപേക്ഷിച്ച്, ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റിനെ അപേക്ഷിച്ച്, K മുരളീധരനെ അപേക്ഷിച്ച്, ഷാനിമോൾ ഉസ്മാനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസിനെ അപേക്ഷിച്ച് താരതമ്യേന വളരെ ജൂനിയറായിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. തുടക്കത്തിൽ തന്നെ അബദ്ധം ചെയ്തതാണ്. ആധാർ കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അയാൾ ഇത്തരം ഏർപ്പാടൊക്കെ ചെയ്തത്. പോട്ടെ, അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. ഇടക്കാലത്ത് വന്നിട്ടുള്ള ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിൽ MLA ആയി. അതെ, ഒറ്റ മിനിറ്റ് ഞാനിപ്പോൾ തീർക്കാം, ഒരു മിനിറ്റ് നീലിമ തീർക്കാം. അയാൾ താരതമ്യേന കോൺഗ്രസ്സിലെ ഏറ്റവും താഴെ തട്ടിലെ ഒരു ജൂനിയറാണ്. ആ ഒരു ജൂനിയർ ആയിട്ടുള്ള MLA-യുടെ രാജി മേടിക്കാൻ പോലും ഈ നേതാക്കന്മാർ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാജി മേടിച്ചാൽ, രാജി ചോദിച്ചാൽ MLA-മാരുടെ വിഴുപ്പലക്കും ഈ രാഹുൽ എന്നുള്ള ഭയം കൊണ്ടാണ്. അല്ലെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇവർക്ക് ഒരു കാരണവശാലും ധാർമ്മികത പറയാനുള്ള ഒരു അവകാശവുമില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാട്ടിലെ വീടുകളിൽ കയറുമ്പോൾ ആളുകളിപ്പോൾ പറയുന്നത് ഗേറ്റിന് ഇപ്പുറത്തേക്ക് വരണ്ട, നിങ്ങൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ നോട്ടീസൊക്കെ ആ ഗേറ്റിൻ്റെ അവിടെ ഇട്ടിട്ട് ചേട്ടന്മാർ പൊക്കോ, ഇങ്ങോട്ട് നിങ്ങളെ കയറ്റാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ തരം താഴ്ന്ന ഒരു സമീപനത്തിലേക്ക്, ഒരു ധാർമ്മിക മൂല്യച്യുതിയിലേക്ക് കോൺഗ്രസ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ബലമായി വിശ്വസിക്കുന്നു, വളരെ കൃത്യമായി വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നീലിമയ്ക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കാനാവില്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കേരളത്തിലെ ആളുകൾക്കും ചാനലുകൾക്കും വിശ്വസിക്കാനാവില്ലായിരിക്കും. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അനുമതിയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, അവരുടെ എല്ലാവിധ സമ്മതത്തോടുകൂടി കേരളത്തിലെ മതഭീകരവാദികളാണ് ഇയാളെ ഒളിപ്പിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയിലേക്ക് നമുക്ക് തിരികെ എത്താം. വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്.